നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ സമ്പൂർണ്ണമായിട്ടും UDF ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ലീഗ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെങ്ങും തന്നെ അൻവർ കടന്നു വരാതിരിക്കാൻ, അൻവറിൻ്റെ പേര് പോലും ഉച്ചരിക്കാതിരിക്കാൻ വലിയ ശ്രദ്ധ കൊടുക്കുന്നു. എന്താണ് സാർ ഈ ലീഗും അവസാന നിമിഷം അൻവറിനെ കൈവിട്ടത്? ലീഗ് അങ്ങനെ തഴയുമോ അൻവറിനെ? അതിനകത്ത് അവിടെ ഒരു കളിയാണ്, അന്തർനാടകങ്ങൾ ധാരാളമുണ്ട്. തിരശ്ശീലയ്ക്ക് പിന്നിലാണ് കളികൾ അത്രയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അരങ്ങിൽ വന്ന് എല്ലാവരും നമ്മുടെ മുന്നിൽ അഭിനയിച്ച് പോവുകയാണ്. വേറെ നാടകം അണിയറയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലീഗിൻ്റെ നീക്കം എന്തായിരിക്കും? ലീഗ് അവിടെ ഇതിപ്പം നമ്മൾ വിചാരിക്കും ലീഗ് വളരെ നിശബ്ദമാണല്ലോ. ലീഗ് നിശബ്ദമാണ്, നിശബ്ദമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ലീഗ് എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ പ്രസ്താവന വിപ്ലവം ഒന്നും നടത്തുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത. അത് 5ാം മന്ത്രി വിവാദത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. പാണക്കാട് തങ്ങൾ വരുന്നു, പ്രഖ്യാപിക്കുന്നു, മഞ്ഞളാംകുഴി അലി മന്ത്രിയാകുന്നു. അവർക്ക് ഈ വാഗ്ധോരണി കൊണ്ടുള്ള വിപ്ലവമൊന്നും അവർ നടത്തത്തില്ല. അവർ കാര്യങ്ങൾ അങ്ങ് നടത്തും. അവരുടെ ഇടങ്ങളിലൊക്കെ അവർ വളരെ സുരക്ഷിതരല്ലേ. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ആ പ്രദേശങ്ങളിൽ അവരുടെ കാര്യങ്ങളൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം കുഞ്ഞാലിക്കുട്ടിയൊക്കെ ലീഗിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ തന്നെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് വലുതായിട്ട് കേട്ടിട്ടുണ്ടോ? പിണറായി വിജയനെ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടി വളരെ കുറവല്ലേ? ഇല്ലാന്ന് തന്നെ പറയാം. അതെ, ഈ രാഷ്ട്രീയമായി പാർട്ടികളെ എതിർക്കും. ഇവർക്ക് വേണ്ടി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അതെ, മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ രക്ഷകൻ ഞാനാണ്, ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതൊന്നാം തരം കപട നാടകമല്ലേ? പൗരത്വ ഭേദഗതി ബിൽ സമയത്ത് നമ്മളത് കണ്ടതുമാണ്. അതെ. പിന്നീട് നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗ് തന്നെ അവർ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നു, പോവുകയും. സാർ, ഈ അൻവറിൻ്റെ കാര്യത്തിൽ ലീഗ് തുടക്കത്തിൽ വലിയ പിന്തുണയുമായിട്ട് അൻവറിന് വേണ്ടി സംസാരിച്ചത്, അൻവറിനെ മുന്നണിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത് ഒക്കെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളാണ്. പക്ഷേ ഇപ്പോൾ അവരാരും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, താഴെ തട്ടിലേക്ക് ഈ ജില്ലയിലെ നേതാക്കളിലേക്ക് ഒക്കെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അൻവർ അടഞ്ഞ അധ്യായമാണ്, ഇനി ആ വിഷയം തുറക്കണ്ട, ഈ തിരഞ്ഞെടുപ്പിൽ അത് സംബന്ധിച്ച് ഒന്നും സംസാരിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലീഗ് എനിക്ക് ഒന്ന് കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ലീഗ് ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിനകത്ത്. എന്താണ് ഇപ്പോൾ അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥി ജോയി, അത് നടന്നില്ല. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് എന്നും പറഞ്ഞാണല്ലോ അൻവർ നിൽക്കുന്നത്. അതെ, ഒരു 3 സീറ്റ് ലീഗിൻ്റേതായിട്ടുള്ള ഇടങ്ങളിലെ ആ പ്രദേശത്തേക്ക് വളരെ സുരക്ഷിതമായ സീറ്റ് വാങ്ങിക്കും. പക്ഷെ അത് ലീഗിൻ്റെ സീറ്റുകളായിരിക്കില്ല. ഇല്ല, ലീഗ് വിട്ടുകൊടുക്കത്തില്ല. ലീഗ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞാൽ ആകെ തിരുവമ്പാടി ജോസ് കെ മാണിക്ക്. അതെ, അതിന് പകരം ഒരു സീറ്റ് അവർ വാങ്ങുകയും ചെയ്യും. അത് ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും. കാരണം ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് ഭരണം വേണമെന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്യും. ഇപ്പം 3 സീറ്റ് പിടിച്ചു, 3 സീറ്റും വിജയിച്ചു. UDF അധികാരത്തിൽ വന്നു, ഒരു മന്ത്രിസ്ഥാനം അല്ലേ? അതെ. ഈ അൻവറിൻ്റെ മുഴുവൻ പിന്തുണയും കൂടുതലും എങ്ങോട്ടേക്കായിരിക്കും? ലീഗിനോടായിരിക്കും. ലീഗ് കൊടുക്കുന്ന അവരാവശ്യപ്പെടുന്ന സീറ്റുകളൊക്കെ തന്നെ അവർ വിജയിച്ചു വരും, ഉറപ്പായ കാര്യമാണ്. കാരണം അവരുടെ ഇടങ്ങളിലൊക്കെ അവർ സുരക്ഷിതരാണ് പലപ്പോഴും. കഴിഞ്ഞ തവണയൊക്കെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രം അവർക്ക് പോയി. അതെ, അതൊക്കെ നേരിയ വോട്ടിനാണ്. അവരുടെ സുരക്ഷിതമായ സീറ്റായിരുന്നു തിരുവമ്പാടി. അവിടെ ഇപ്പോൾ CPM-ൻ്റെ MLA ആണ്. അത് പിന്നെ ഏതാണ്ട് 3000 വോട്ടുകൾക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. അതൊക്കെ തിരിച്ചു പിടിക്കും. അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ അങ്ങോട്ട് നിർത്താമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ലീഗിന് ബാർഗൈനിങ് പവർ കൂടും. ഉപമുഖ്യമന്ത്രി അല്ല വേണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പോലും ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസ്സുകാരെ ഇവരോടൊപ്പം തന്നെ അടുത്ത് നിൽക്കും. UDF = മുസ്ലിം ലീഗ് എന്നൊരവസ്ഥയിലേക്ക് എത്തും. എന്തായാലും ഇത് പിന്നെ ലീഗ് എന്താണെന്നറിയാം. ഇപ്പം ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് പോകും.
കോൺഗ്രസിനകത്ത് കയറി UDF-ൽ കയറി കൂടുതൽ അങ്ങ് മേയാൻ തുടങ്ങിയാൽ ഉള്ള ക്രൈസ്തവ വോട്ട് കൂടെ പോകും, ഉള്ള ഹിന്ദു വോട്ടുകളും പോകും. ക്രൈസ്തവ വോട്ടുകൾ പോയിട്ടുണ്ട് നല്ല പങ്ക്. തിരിച്ചു പിടിക്കാനാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നത്. സണ്ണി ജോസഫിൻ്റെ അനക്കവും ഇപ്പോൾ ഒന്നുമില്ല താനും. സണ്ണി ജോസഫിന് അവിടെ വോയിസും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശനാണ് ഇപ്പോൾ KPCC ഇപ്പോഴും ശരിക്കും അതെ KPCC പ്രസിഡന്റ് എന്നുള്ളത് VD സതീശനോ അല്ലെങ്കിൽ പഴയ K സുധാകരൻ മാറിയിട്ടില്ലെന്നോ ആണ് ഇപ്പോഴും ഉള്ളൊരു പ്രതീതി. അതെ. അപ്പം പിന്നെ ലീഗ് അതുകൊണ്ട് നിശബ്ദമായി അങ്ങനെ മുമ്പോട്ട് പോകും. സമയമാകുമ്പോൾ അവർ പത്തി വിടർത്തി ആടുകയും ചെയ്യും. അതായിരിക്കും സംഭവിക്കുക, യഥാർത്ഥ സ്വരൂപം കാണിക്കും. അപ്പം ഇവർ ഇനിയിപ്പോൾ കോൺഗ്രസിനകത്ത് വലിയൊരു പ്രതീക്ഷയെ അവർക്കില്ലാതെ വരുന്നുണ്ട്. കാരണം നിലമ്പൂരിലെ റിസൾട്ട് ഒരു പ്രധാനമായിരിക്കും. VD സതീശനെ ചോദ്യം ചെയ്യപ്പെടും തോറ്റു കഴിഞ്ഞാൽ, ഉറപ്പായ കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം VD സതീശനായിരിക്കും ആ തോൽവിയുടെ കാരണക്കാരൻ. ഉത്തരവാദിത്വം VD സതീശന്റെ തലയ്ക്ക് വരും. അപ്പം ലീഗ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കൊടുത്ത് നോക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ല നിയമസഭയുടേതും നിയമസഭയുടേതല്ല ലോക്സഭയുടേതെന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ പരസ്പരം സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ നമുക്കതിനകത്തുനിന്ന് ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം കഴിയും. അപ്പം ലീഗ് പിന്നെ ലീഗിൻ്റെ പണി നോക്കിപ്പോകും. ഇവരിവിടെ കിടന്ന് അടിക്കുകയോ ചാവുകയോ പിരിഞ്ഞു പോവുകയോ അതല്ല BJP പോവുകയോ എന്ത് വേണേലും ചെയ്യുന്നത്. ലീഗ് പതുക്കെ LDF-ലേക്ക്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF-ലേക്കല്ലായിരിക്കും. കാരണം അവർക്ക് ഭരണം വേണം. ഇനി NDA ഭരിക്കുന്ന കാലത്തിലേക്ക് വരുമ്പോൾ അവർ വേണമെങ്കിൽ NDA വേണമെങ്കിൽ നല്ല പോകും. എന്താ കൂടെ നിർത്താൻ BJP കേന്ദ്ര നേതൃത്വം അംഗീകരിക്കത്തില്ലേ? അംഗീകരിക്കും. കാശ്മീരില് മറ്റേ PDP-യോട് സഹകരിക്കാമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് മുസ്ലിം ലീഗിനോട് സഹകരിച്ചുകൂടാ? ജമാഅത്തെ ഇസ്ലാമി, SDPI, VDP ഇതെല്ലാം ഈ തീവ്രവാദങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് വരാൻ പറയും. ഇപ്പോൾ ഇദ്ദേഹം LDF കൺവീനർ വിളിച്ചില്ലേ, ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരുടെയൊക്കെ ബന്ധം ഉപേക്ഷിച്ചിട്ട് വരൂ, ഞങ്ങളിവിടെ AKI സെൻറ്റർ തുറന്നിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ CPM-ന് ഇവരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. അതെ. അപ്പോൾ ഇതിനകത്ത് നിലമ്പൂരിൽ നിന്ന് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ, ഭാവി രാഷ്ട്രീയം എന്തായിരിക്കും, ഏത് തരത്തിൽ കേരളത്തിൽ മുമ്പോട്ട് പോകും എന്നുള്ളത്. അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതൊരു വഴിത്തിരിവാണ്, ഒരു ട്വിസ്റ്റാണ്. വഴിത്തിരിവാകും. കോൺഗ്രസ്സുകാർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരവസരമായിരുന്നു. തോറ്റിട്ടുണ്ടെങ്കിൽ ഇവർ കളഞ്ഞ് കുളിച്ചു എന്ന് തന്നെ. ഇപ്പോൾ CPM അവിടെ തോറ്റു എന്ന് വിചാരിച്ച് CPM-ന് നഷ്ടപ്പെടാനൊന്നുമില്ല അവരുടെ ഭരണം. പക്ഷെ അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അല്ല, ഭരണത്തിന് കോട്ടമൊന്നും സംഭവിക്കത്തില്ല. പിന്നെ തുടർ ഭരണം എന്നുള്ളതിനകത്തൊരു സ്വപ്നത്തിന് വലിയ ആ മോഹത്തിന് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് ഒരു വലിയ അടിയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തെളിയുകയും ചെയ്യും. അപ്പോൾ അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം പ്രതിഫലിക്കുകയും ചെയ്യും. കോൺഗ്രസ് വിജയിച്ചാൽ അതവർക്കൊരു നേട്ടമാണ്, അണികളുടെ ഇടയിൽ ആവേശം കൊള്ളിക്കുകയും ചെയ്യും. അപ്പോൾ ലീഗിൻ്റെ നിശബ്ദത നമ്മൾ ഒരു അപകടകരമായ നിശബ്ദതയാണ് എന്നുള്ളതാണ്. ലീഗ് കാര്യങ്ങൾ തന്ത്രപൂർവ്വം സാദിഖലി ഹജ്ജിന് പോയിരിക്കുക, അവിടെ ഇരുന്നുകൊണ്ടും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിനെ വെട്ടിൽ വീഴ്ത്താൻ തക്കവണ്ണമുള്ള അടവുകൾ ലീഗ് പയറ്റും എന്ന് വ്യക്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.